തൃശൂർ അതിരപ്പള്ളി വനമേഖലയിൽ വന്യമൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിരിക്കുകയാണ്. കുപ്പിച്ചില്ലുകളും ലോഹവസ്തുക്കളും അടക്കം ആനത്താരകളിൽ നിന്ന് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വന്യമൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പരിഗണിച്ചാണ് നടപടി. അതേസമയം പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ ആവശ്യമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം തുടർ നടപടി എന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കത്തുള്ള ആനത്താരകൾ കേന്ദ്രീകരിച്ച് പൊട്ടിയ കുപ്പികൾ, ബിയർ ബോട്ടിൽസ് അല്ലെങ്കിൽ മറ്റു കുപ്പികളുണ്ടെങ്കിൽ അത് പറക്കി, പിന്നെ അബാൻഡൻഡ് ആയിട്ട് ഇവിടെ നേരത്തെ നമ്മുടെ PCKയിൽ ഇട്ടിരിക്കുന്ന മുള്ളുവേലികൾ ധാരാളമായിട്ട് ഈ ഒരു മേഖലയിൽ കിടപ്പുണ്ട്. അതിൽ നിന്നും വന്യമൃഗങ്ങൾക്ക് അതിനകത്ത് ചവിട്ടിയും പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം അതും കൂടെ നമ്മൾ മാറ്റിക്കൊണ്ടുള്ളൊരു ഡ്രൈവാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. വിവരങ്ങളുമായി ലെവിൻ K വിജയൻ ചേരുകയാണ്. ലെവിൻ, എപ്പോഴായിരിക്കും ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ നൽകുക? ഇതിനായി ആനയെ മയക്കുവെടിവെച്ച് പിടികൂടുമോ? എന്താണ് ഉദ്ദേശിക്കുന്നത് വനം വകുപ്പ്? ലക്ഷ്മി, ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയാൽ മാത്രമേ അതിന്റെ പരിക്ക് പരിശോധിക്കാനും തുടർ ചികിത്സകളെ കുറിച്ച് ആലോചിക്കാനും കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലായി വനംവകുപ്പ് വെറ്റിനറി ഓഫീസർമാർ നടത്തിയ നിരീക്ഷണത്തിൽ ആദ്യഘട്ട നിരീക്ഷണത്തിൽ ആനയ്ക്ക് ഗുരുതരമല്ലാത്ത പരിക്കുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ആനയുടെ ഒരു കാലിന്റെ പാദത്തിനടിയിലാണ് പരിക്കേറ്റിട്ടുള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളിൽ ആനയുടെ കാൽപാദത്തിനുള്ളിൽ എന്തോ വസ്തുക്കൾ തറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുകയും ചെയ്തു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിക്ക് ഗുരുതരമാകുന്നതിന് മുൻപേ തന്നെ ഈ ആനയെ ചികിത്സ നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വാഴച്ചാൽ DFOയ്ക്കാണ് ഈ മേഖലയിലെ വന്യമൃഗങ്ങളുടെ ചുമതലയുള്ളത്. R ലക്ഷ്മി അവർ വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏഴാറ്റുമുഖം ഗണപതിയെ സംബന്ധിച്ചുകൊണ്ട് തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിക്കേറ്റതിനു ശേഷം വേഗത്തിൽ തന്നെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അതിന്റെ കൂടി അത്തരം നാട്ടുകാരടക്കമുള്ള ആളുകൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് പരിശോധനയും നിരീക്ഷണവും നടത്തിയത്. ആദ്യഘട്ടത്തിൽ നടത്തിയ നിരീക്ഷണത്തിൽ ഗുരുതരമല്ലാത്ത നിലയിലാണ് ആനയുടെ പരിക്കെന്ന് കണ്ടെത്തുകയും പിന്നീട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ആ പരിക്കിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വനംവകുപ്പ് വാഴച്ചാൽ DFO ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ കൂടി അനുസരിച്ചാവും ഈ ആനയെ പിടികൂടി ചികിത്സിക്കുന്നതിന്റെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് DFOയും മറ്റുദ്യോഗസ്ഥരുമെല്ലാം. അതേസമയത്ത് തന്നെ വനംവകുപ്പിന്റെ ഈ പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് വലിയ തോതിൽ പരിക്കേൽക്കുന്നു. പ്രത്യേകിച്ച് വനമേഖലയിൽ, പ്രത്യേകിച്ച് ആനത്താരകൾ പോലുള്ള പ്രത്യേകപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന മൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്നു എന്നുള്ള പരാതികൾ നിരന്തരം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രത്യേകമായ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നു. വന്യമൃഗങ്ങൾക്ക് കൂടുതലായും പരിക്കേൽക്കുന്ന റിപ്പോർട്ടുകൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നത്. ലെവിൻ K വിജയനാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.